الحمد لله الذي هدانا لخير الأديان وأكمل لنا ديننا وأتم علينا نعمته ورضي لنا الإسلام دينا فلا نعبد ولا نستعين إلا إياه نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള ആദരണീയരായ നമ്മുടെ പിരുഷത്തിലെ വിശ്വാസികളായ വിശ്വാസിനികളായ സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ ഓരോ വിധിവിലക്കുകൾ, ഓരോ ആജ്ഞാനിർദ്ദേശങ്ങൾ നല്ലപോലെ കാത്ത് സൂക്ഷിച്ച് ജീവിക്കണമെന്നും മുത്തഖീങ്ങളായി ജീവിച്ച് മുത്തഖീങ്ങളായി മരിക്കുവാൻ ഓരോരുത്തരും പരിശ്രമിക്കണമെന്നും ദുആ ചെയ്യണമെന്നും എല്ലാവരെയും ആദ്യമായി ഉണർത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം യഥാർത്ഥ മുത്തഖീങ്ങളായി മുഅ്മിനുകളായി മുവഹ്ഹിദുകളായി ജീവിച്ച് മരിക്കുവാൻ, അള്ളാഹുവിൻ്റെ തൃപ്തി നേടി ഈ ലോകത്ത് നിന്ന് യാത്ര പറയുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒരനുഗ്രഹമാണ് നമ്മുടെ യുവത്വം എന്ന് പറയുന്നത്. യുവത്വം എന്നത് ഓരോ മനുഷ്യൻ്റെയും അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ആരോഗ്യകരമായ ഒരു കാലഘട്ടമാണ് ഈ യൂത്ത് അഥവാ യങ്സ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഒരു സെൻറ്റർ പോയിൻ്റാണ്, ന്യൂക്ലിയസാണ്, ജീവിതത്തിൻ്റെ മധ്യാഹ്ന ഘട്ടമാണ് എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കുന്ന നമുക്ക് കാണാം. നട്ടുച്ചയ്ക്ക് സൂര്യൻ തിളങ്ങി നിൽക്കുന്ന ആ സമയം, അതാണ് യുവത്വം എന്ന് പറയുന്നത്. ഒരു മഹാനായ പണ്ഡിതൻ പറഞ്ഞതുപോലെ അശ്ശബാബു സർവത്തുൻ വസൗറത്തുൻ, അശ്ശബാബു സർവത്തുൻ വസൗറത്തുൻ. യുവത്വം എന്ന് പറയുന്നത് അത് സമ്പത്താണ്, അതൊരു അസറ്റാണ്. അതിന് പുറമേ അതിനേക്കാളുമെല്ലാം ഉപരി അത് സർവത്താണ്. സർവത്ത് എന്ന് പറഞ്ഞാൽ വിപ്ലവമാണ്, റവല്യൂഷനാണ് എന്ന് പറഞ്ഞാൽ ലോകത്ത് നാം പരിശോധിച്ചു നോക്കിയാൽ എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ ആളുകളും ലക്ഷ്യമിടുന്നത് യുവാക്കളെയാണ്. അവർക്ക് വേണ്ടത് യുവാക്കളാണ്. അത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും വിപ്ലവ പ്രസ്ഥാനമായാലും ഇനി വേറെ ഏതെങ്കിലും തീവ്രവാദ പ്രസ്ഥാനമായാലും അവർക്കൊക്കെ വേണ്ടത് യുവാക്കളെയാണ്. കാരണം ഒരുപാട് വിപ്ലവങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്, പ്രക്ഷോഭങ്ങൾ. ആ വിപ്ലവങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും അതിശക്തമായ വിജയത്തിന് പിന്നിൽ യുവാക്കളുടെ കൈകളാണ്, അവരുടെ കരങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ യുവത്വം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും അധികം പേടിക്കേണ്ട ഒരു കാലഘട്ടവുമാണ്. അറബിയിൽ സാധാരണ പറയാറുള്ള ഒരു വാക്കുണ്ട്, ലസ്സത്തുൽ ഐശി സിഹത്തും വശബാബ്. ലസ്സത്തുൽ ഐശി സിഹത്തും വശബാബ്. ജീവിതത്തിൻ്റെ ആസ്വാദനം, ഒരു മനുഷ്യൻ്റെ ലൈഫിലുള്ള ആ സുഖം, ആ ബ്ലിസ്, ആ എൻലെസ് ബ്ലിസ് എന്ന് പറയുന്ന ഓരോ മനുഷ്യനും ദുന്യാവിൽ ലഭിക്കുന്ന ആ സുഖം, ആ ആസ്വാദനം എന്ന് പറയുന്നത് അത് ആ ജീവിതത്തിലുണ്ടാകുന്ന സിഹത്ത്, ആരോഗ്യമാണ്. അതേപോലെ തന്നെ യുവത്വമാണ് എന്ന് അറബിയിൽ ഒരു ചൊല്ലുണ്ട്. അപ്പം ഈ ഒരു കാലഘട്ടത്തിലാണ്, യുവത്വത്തിൻ്റെ ഈ കാലഘട്ടത്തിലാണ് മനുഷ്യനിവിടെ പലതും ചെയ്യാൻ തോന്നുന്നത്. അത് ആൺകുട്ടിയായാലും പെൺകുട്ടികളായാലും പല തിന്മകളിലേക്കും എടുത്തു ചാടാവുന്ന ഒരു കാലഘട്ടവുമാണ്. വളരെയേറെ ചോര തുടിക്കുന്ന ഊർജ്ജസ്വലതയുള്ള ഒരു കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും തിന്മകളിലേക്കും എടുത്തു ചാടാൻ സാധ്യതയുള്ള മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ലഹരിയുടെയും അതേപോലെ തന്നെ പ്രണയത്തിൻ്റെയും എല്ലാം തന്നെ കെണിവലയിലും വഞ്ചനയിലുമെല്ലാം തന്നെ അകപ്പെട്ടു പോകുന്നത് ഈ ഒരു യുവത്വ കാലഘട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയേറെ പേടിക്കേണ്ട ഒരു കാലഘട്ടവുമാണ്. അതുകൊണ്ട് ഇസ്ലാമിലെ യുവത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്കുള്ള ബാധ്യത എന്താണ്, അവരുടെ ഉത്തരവാദിത്വം എന്താണ്, അവർക്കുള്ള ദൗത്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും എല്ലാം തന്നെ ധാരാളമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു റൂമിലെ 54-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, എന്താണ്? അല്ലാഹുല്ലദീ ഖലഖകും മിൻ ലഅഫിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളുടെ ജനനത്തിൻ്റെ ആരംഭമെന്ന് പറയുന്നത് വളരെ ബലഹീനമായ ദുർബലമായ ഒരവസ്ഥയിലാണ്, ബലഹീനതയുടെ ഒരു സ്ഥിതിയിലാണ് നിങ്ങൾ അല്ലാഹു തആല സൃഷ്ടിച്ചത്. സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ. പിന്നീട് ആ ദൗർബല്യ അവസ്ഥയ്ക്ക്, ആ ബലഹീനതയ്ക്ക് ശേഷം അല്ലാഹു തആല നിങ്ങൾക്ക് ഖുവ്വത്ത് പ്രദാനം ചെയ്തു,
ശക്തി അല്ലാഹു തആല പ്രദാനം ചെയ്തു. ഇവിടെ ശക്തി എന്ന് പറഞ്ഞത്, മനുഷ്യന് അല്ലാഹു തആല ശക്തി നൽകി എന്ന് പറഞ്ഞത് അത് അവന്റെ യുവത്വ കാലഘട്ടത്തെ കുറിച്ചാണ്. പിന്നീട് ആ ശക്തി നൽകിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നെരയും അതേപോലെ തന്നെ പ്രായമുള്ളവരുമെല്ലാം തന്നെ ആക്കുന്ന ആ വൃദ്ധാവസ്ഥയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രദാനം ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദൗർബല്യാവസ്ഥയിൽ നിന്ന്, ബലഹീനമായ അവസ്ഥയിൽ നിന്നിട്ട് പിന്നീടുള്ള ആ കാലഘട്ടം, ഏകദേശം സൂര്യനെ സംബന്ധിച്ച് നാം പറയുന്നത് പോലെ സൂര്യന്റെ ഉദയം വളരെ ബലഹീനമായ അവസ്ഥയിലാണ് അതിൻ്റെ പ്രകാശം. അതിങ്ങനെ കുറേ എത്തി അതിൻ്റെ ആ മധ്യത്തിലേക്ക് എത്തുമ്പോൾ, നട്ടുച്ചയിലേക്ക് എത്തുമ്പോൾ, അതിൻ്റെ ആ മധ്യാഹ്നത്തിലേക്ക് എത്തുമ്പോൾ നല്ല വെളിച്ചം, നല്ല പ്രകാശം ഉണ്ടാകുന്നത് പോലെ പിന്നീട് കുറെ കഴിയുമ്പോൾ അതിങ്ങനെ അസ്തമിക്കാൻ വേണ്ടി വരുന്നു വീണ്ടും ആ ബലഹീനതയിലേക്ക്. ഇതേപോലത്തെ ഒരവസ്ഥയാണ് മനുഷ്യന്റെ ജീവിതവും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യുവത്വ കാലഘട്ടം മനുഷ്യൻ തിന്മയിലേക്ക് എടുത്തു ചാടാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നാളെ പരലോകത്ത് സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു, അള്ളാഹുവിന്റെ നിഴലല്ലാതെ വേറെ ഒരു തണലും വേറെ ഒരു നിഴലും ഇല്ലാത്ത ആ സന്ദർഭത്തിൽ 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല തണൽ നൽകുമെന്ന് പറഞ്ഞ ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയത് യുവത്വത്തെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലേ? ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ ആരാധനയിൽ ഇബാദത്തിൽ വളർന്നു വന്നതായിരിക്കുന്ന ചെറുപ്പക്കാരൻ, യുവാവ്, അവനാണ് നാളെ പരലോകത്ത് അല്ലാഹു തആല അർശിന്റെ നിഴൽ നൽകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ ഓരോ മനുഷ്യനും 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. വളരെ അർത്ഥവത്തായ 5 കാര്യങ്ങൾ റസൂലുള്ള പറഞ്ഞു. അതിൽ ആദ്യമായി റസൂൽ പറയുന്നത് യുവത്വത്തെ പറ്റിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തണം, നീ ജാഗ്രതയുള്ളവനാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായി റസൂൽ പറയുന്നത് ശബാബക ഖബ്ല ഹറമിക, ശബാബക ഖബ്ല ഹറമിക, നിന്റെ യുവത്വമാണ്, നിന്റെ ചെറുപ്പകാലമാണ്. ഖബ്ല ഹറമിക, നിനക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ്, വൃദ്ധാപ്യയുടെ അവസ്ഥ വരുന്നതിന് മുമ്പ് നിനക്ക് കിട്ടിയതായിരിക്കുന്ന ആ യുവത്വം നീ അത് നല്ലപോലെ ഉപയോഗപ്പെടുത്തണം. ഒന്നാമതായി റസൂൽ പറഞ്ഞതാണ്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് വസിഹതക ഖബ്ല സഖമിക, നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ കാത്തു സൂക്ഷിക്കണം. നല്ല ആരോഗ്യമുള്ള സന്ദർഭം, പക്ഷെ നീ ആരോഗ്യം അനാവശ്യമായ കാര്യങ്ങളിൽ, താന്തോന്നിവാസങ്ങളിൽ നീ ചെലവാക്കി അവസാനം നീ രോഗിയായി കഴിഞ്ഞാൽ പിന്നെ നീ ഖേദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നിനക്ക് കിട്ടിയ ആരോഗ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആരോഗ്യം, നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നീ അതിനെ കാത്തു സൂക്ഷിച്ചു കൊള്ളണം, സംരക്ഷിച്ചു കൊള്ളണം, ഉപയോഗപ്പെടുത്തിക്കൊള്ളണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിന്റെ ഐശ്വര്യത്തെ നീ എന്താക്കണം? കാത്തു സൂക്ഷിക്കണം. നല്ല ഐശ്വര്യവാനാണ്, ധാരാളം സമ്പത്ത് നിന്റെ കയ്യിലുണ്ട്, പക്ഷേ നീ അതിനെ ബിന്ദാസായിട്ട് നീ അതിനെന്താക്കി? ഹലാലും ഹറാമും നോക്കാണ്ട് നീ അതിനെ ചെലവഴിച്ചു. അവസാനം നീ ദരിദ്രനായി, നീ ആകെ പാപ്പറായി തീർന്നു. പിന്നെ നീ ഖേദിച്ചിട്ട് കാര്യമില്ല. നിനക്ക് ഫക്കീർത്തനം വരുന്നതിന് മുമ്പ് നിനക്ക് കിട്ടിയതായിരിക്കുന്ന ഐശ്വര്യത്തെ നീ എന്താക്കണം? കാത്തു സൂക്ഷിച്ചു കൊള്ളണം. അതേപോലെ തന്നെ നിനക്ക് ജോലികളെല്ലാം വരുന്നതിന് മുമ്പ് നിനക്ക് കിട്ടിയ ഒഴിവു സമയത്തെ നീ എന്താക്കണം? സൂക്ഷിച്ചു കൊള്ളണം. ഒരുപാട് ഒഴിവു സമയങ്ങൾ
നിനക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നീ ആ ഒഴിവു സമയങ്ങളൊക്കെ ജോലിയില്ലാതെ ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങളിലൂടെ നീ അതിനെ ചെലവാക്കുകയാണെങ്കിൽ, കുറെ കളിച്ചും അതേപോലെ തന്നെ കുറെ കൂത്താടിയുമാണ് നീ ജീവിക്കുന്നതെങ്കിൽ, ഒരിക്കലിതാ നിനക്ക് ഒരുപാട് ജോലികൾ വരുമ്പോ നീ അപ്പൊ ഖേദിച്ചു പോകും. എനിക്ക് ഒരുപാട് ഫറാഗ് ഒഴിവു സമയം കിട്ടിയിട്ട് ഞാനത് ഉപയോഗപ്പെടുത്തിയില്ലല്ലോ എന്ന് പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ നിന്റെ ജീവിതം, നിന്റെ ആരോഗ്യം മരണം വരുന്നതിന് മുമ്പ് നീ എന്താക്കണം? കാത്തു സൂക്ഷിച്ചു കൊള്ളണം. ആ ആരോഗ്യം നീ കഞ്ചാവിന്റെ പിന്നിൽ, മയക്കുമരുന്നിന്റെ പിന്നിൽ, താന്തോന്നിവാസങ്ങളുടെ പിന്നിൽ നിന്റെ ആരോഗ്യം നീ ചെലവഴിച്ചാൽ പിന്നീട് മരണം അടുത്താക്കുന്ന സന്ദർഭത്തിൽ പിന്നീട് നിനക്ക് നിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുകയില്ല. ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നീ ബാക്കി വെച്ചുകൊണ്ടായിരിക്കും നീ മറ്റൊരു ലോകത്തേക്ക് നീ യാത്രയാകുന്നത്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 5 കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗവനത്തെ പറ്റിയാണ് പറഞ്ഞു തരുന്നത്. കാരണം ആ യൗവനം നഷ്ടപ്പെട്ടു പോയാൽ രണ്ടാമത് വീണ്ടെടുക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ഒരു കവി, അബുൽ അത്താഹിയ എന്ന് പറയുന്ന ഒരു കവി, ഈ യൗവനത്തെ സംബന്ധിച്ചുള്ള മനോഹരമായ ഒരു കവിത പാടി നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അദ്ദേഹം പറയുന്നത്? ബക്കൈതു അല ശബാബി ബിദംഇ ഐനി ഫലം യുഗ്നിൽ ബുകാഉ വലൻ നഹീബു ഫയാ അസഫാ സിഫ്തു അലാ ശബാബി നആഹു ശൈബു വറഅസുൽ ഖളീബു فيا ليت الشباب يعود يوما فأخبره بما صنع المشيب بكيت على الشباب. അദ്ദേഹം പറയുകയാണ്, അബുൽ അത്താഹിയ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു കവിയാണ്, അബ്ബാസിയ കാലഘട്ടത്തിൽ ജീവിച്ച കവിയാണ്. അദ്ദേഹം ആ യുവത്വം നഷ്ടപ്പെടുത്തിയ ആളുകൾ അവർക്ക് വൃദ്ധാപ്പയുടെ ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ നഷ്ടം, അവർ കരയുന്ന ആ രംഗമാണ് അദ്ദേഹം ആ കവിതയിലൂടെ വിവരിക്കുന്നത്. ബക്കൈത്തു, ഞാൻ കരഞ്ഞുപോയി, ഞാൻ വല്ലാതെ ഉൾപ്പെട്ടു പോയി, അലശബാബി, എൻ്റെ യൗവനത്തെ ഓർത്ത്, എൻ്റെ ആ ചെറുപ്പകാലത്തെ ഓർത്ത് ഞാൻ വല്ലാതെ കരഞ്ഞുപോയി. ബിദംഇ ഐനി, എൻ്റെ കണ്ണ് നിറയെ ഞാൻ കരഞ്ഞുപോയി. ഫലം യുഗ്നിൽ ബുകാഉ വലൻ നഹീബു, കരഞ്ഞത് കൊണ്ട് എൻ്റെ യൗവനം എനിക്ക് തിരിച്ചു കിട്ടുമോ? എൻ്റെ യൗവനം എനിക്ക് കരഞ്ഞത് കൊണ്ട് തിരിച്ചു കിട്ടുമോ? ഒരിക്കലും തിരിച്ചു വരുന്നില്ലല്ലോ. فيا أسفا أسفت على شباب نعاه الشيب والرأس الخضيب. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ യുവത്വം നഷ്ടപ്പെട്ടതിൽ ഞാനിപ്പോൾ വല്ലാതെ ഖേദിക്കുകയാണ്. എൻ്റെ തലമുടി നരച്ചുപോയി, എൻ്റെ താടിയെല്ലാം നരച്ചുപോയി, എനിക്ക് കുറേ കാലം ജീവിക്കാൻ സാധിക്കുകയില്ല, എനിക്ക് എൻ്റെ മരണത്തിലേക്കുള്ള സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞു, ഞാനിപ്പോൾ ഖേദിച്ചിട്ട് കരഞ്ഞിട്ട് എന്ത് കാര്യം? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫയാ ലൈത ശബാബ യഊദു യൗമാ ഫഉഖ്ബിറുഹു ബിമാ സനഅൽ മശീബു. എൻ്റെ ആ ചെറുപ്പകാലം, ആ ശബാബ്, ആ യുവത്വം എനിക്കൊന്ന് മടങ്ങി കിട്ടിയാൽ എത്ര നന്നായിരുന്നു. അങ്ങനെ ഞാൻ വൃദ്ധനായ സന്ദർഭത്തിൽ, വൃദ്ധനായ വാർദ്ധക്യത്തെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളോ അതെല്ലാം ഞാൻ എൻ്റെ യൗവനത്തോട് ഞാൻ പരാതി പറയാമായിരുന്നു എനിക്ക് എന്ന് അദ്ദേഹം വേവലാതിപ്പെടുകയാണ്. ഓരോ മനുഷ്യൻ്റെയും അവസ്ഥയാണ്. ഓരോ യുവാക്കളും അവരുടെ യുവത്വമെല്ലാം തന്നെ നഷ്ടപ്പെടുത്തി, അനാവശ്യമായ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി വളരെ പെട്ടെന്ന് വൃദ്ധന്മാരായി മാറും. നമ്മുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്? നമ്മുടെ കൂട്ടത്തിൽ 60-70 വയസ്സായവരൊക്കെ ഉണ്ടാകും, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര പെട്ടെന്നാണ് നാം ഇങ്ങനെ 60-70 വയസ്സിലേക്ക് എത്തിയത്. 20-30 വയസ്സായവരൊക്കെ ചിന്തിച്ചു നോക്കി, എത്ര പെട്ടെന്നാണ് അവർക്ക് ആ 20-30 വയസ്സിലേക്ക് അവരെത്തിയത്. ഇതുപോലെയാണ് ഓരോ മനുഷ്യന്റെ അവസ്ഥയും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിലെ യുവത്വം എന്ന് പറയുന്നത് അതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അത് നാം പൂർത്തിയാക്കിയിരിക്കണം, അല്ലെങ്കിൽ ഖേദിച്ചു പോകും. വഴിതെറ്റി പോകുന്ന എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അവർക്കൊക്കെ വഴി കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നിരതരാകാൻ നമുക്ക് സാധിക്കണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ദീൻ തൗഹീദ് പ്രചരിപ്പിച്ച ആ സന്ദർഭത്തിൽ
ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ ത്യാഗോജ്ജലമായ ആ പ്രബോധന ജീവിതം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? ഖാലൂ സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. അതായത് അവിടെ ഉണ്ടായിരുന്ന സത്യനിഷേധികൾ പറഞ്ഞതായിരിക്കുന്ന വാക്കാണ് ഇവിടെ അല്ലാഹു തആല എടുത്തുദ്ധരിക്കുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ ചെറുപ്പകാലം, ആ തുടിതുടിക്കുന്ന ആ ഊർജ്ജസ്വലമായ ആ യുവത്വം അല്ലാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം വിനിയോഗിച്ചപ്പോ സത്യനിഷേധികൾ പറഞ്ഞതായ വാക്കുകളാണിത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ന് പറയുന്ന ഒരു യുവാവുണ്ട്. ആ യുവാവാണ് ഇവിടെ തൗഹീദ് പ്രചരിപ്പിക്കുന്നത്, അതേപോലെ തന്നെ ശിർക്കിനെതിരെ പോരാടുന്നത് അതൊരു യുവാവാണ് എന്ന് ആര് പറയുന്നു? അവിടെ ഉണ്ടായിരുന്ന സത്യനിഷേധികളായ ആളുകൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നാം സൂറത്തുൽ കഹഫ് പാരായണം ചെയ്തവരാണല്ലോ. ആ സൂറത്തുൽ കഹഫ്, അതിൽ പ്രധാനമായിട്ടും അസ്ഹാബുൽ കഹഫിന്റെ ഒരു സംഭവം അല്ലാഹു തആല പറയുന്നുണ്ടല്ലേ. അസ്ഹാബുൽ കഹഫ്, ഗുഹാവാസികൾ ആരായിരുന്നു? അത് ചെറുപ്പക്കാരായിരുന്നു. അവർ തൗഹീദിൽ അടിയുറച്ച സമ്പൂർണമായ ഏകദൈവ വിശ്വാസികളായിരുന്നു ആ ഗുഹാവാസികൾ. കാരണം റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു ആ യുവാക്കൾ ഉണ്ടായിരുന്നത്. അന്ന് റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസത്തിന് കടുവിരോധിയായിരുന്നു. അവിടുത്തെ രാജാക്കളും അതേപോലെ തന്നെ അവിടെയുള്ളതായിരിക്കുന്ന ആളുകളും എല്ലാം തന്നെ ഏകദൈവ വിശ്വാസത്തിന്റെ വൈരികളായിരുന്നു. ആ സന്ദർഭത്തിൽ ഒരു പറ്റം യുവാക്കൾ, അവർ പരിപൂർണമായ തൗഹീദി വിശ്വാസമുള്ള ഏകദൈവ വിശ്വാസികളായ ആ യുവാക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നത് സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണാം. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം. ഇന്നഹും ഫിത്യത്തുൻ, അവർ ഒരു കൂട്ടം യുവാക്കളായിരുന്നു. ഫിത്യ എന്ന് വെച്ചാൽ യുവാക്കളായിരുന്നു, ഒരു പറ്റം യുവാക്കളായിരുന്നു. ആമനൂ ബിറബ്ബിഹിം, അവരുടെ റബ്ബിൽ വിശ്വാസമുള്ള പരിപൂർണ ഏകദൈവ വിശ്വാസികളായിരുന്നു അവർ. വസിദ്നാഹും ഹുദാ, അവർക്ക് നാം സന്മാർഗം അധികരിപ്പിച്ചു കൊടുത്തു, ഹിദായത്ത് അധികരിപ്പിച്ചു കൊടുത്തു. വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ മനസ്സുകൾക്ക് നാം ശക്തി നൽകി. ഇത് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, അവർ എഴുന്നേറ്റ് അവർ ഉദ്ഘോഷിച്ചു, ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമിയുടെ റബ്ബ്, ആ റബ്ബിന് പുറമെ വേറെ ഒരു ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കുകയില്ല എന്നവർ ഉറക്കെ പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ അവിടുത്തെ രാജാവ്, ആ റോമാ സാമ്രാജ്യത്തിന്റെ അന്നത്തെ രാജാവായിരുന്ന ദഖിയാനൂസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ, അദ്ദേഹം കടുത്ത ഏകദൈവ വിരോധിയായിരുന്നു, ഏകദൈവ വിശ്വാസത്തിന്റെ കടുവിരോധിയായിരുന്നു. എന്ന് മാത്രമല്ല, അങ്ങനെ ആരെങ്കിലും ഏകദൈവ വിശ്വാസികളായിട്ടുണ്ടെങ്കിൽ അവരെ കൊല്ലണമെന്ന് അദ്ദേഹം അവിടെ ആജ്ഞ പുറപ്പെടുവിച്ചു. ആ സമയത്താണ് ഈ കുറച്ച് ചെറുപ്പക്കാർ അവരുടെ ശരീരം, അവരുടെ തടി രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ പർവ്വതത്തിൽ കയറി ഗുഹയിൽ അഭയം പ്രാപിച്ച ആ സംഭവമെല്ലാം തന്നെ നമുക്ക് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹഫ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ യുവത്വം എന്ന് പറയുന്നത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അത് പിന്നീട് ഖേദത്തിനായിരിക്കും നമുക്ക് കാരണമാവുക. അതുകൊണ്ട് ഉത്തരവാദിത്വ ബോധമുള്ളവരാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഇസ്ലാമികമായ പ്രബോധനത്തിൽ നിരതരാകാൻ വേണ്ടി നമ്മുടെ യുവത്വം ചെലവാക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ വ ഇമാമിനാ വ ഖുദ്വതിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه
ومن تبعهم بإحسان إلى يوم الدين أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിലെ യുവത്വം, അതിൻ്റെ ബാധ്യതകൾ, അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് നാം ഇവിടെ സംസാരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അണിനിരന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇസ്ലാമിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുഴുകിയ സഹാബത്തിൻ്റെ ചരിത്രം നാം പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്കും ഉന്നമനത്തിനുമെല്ലാം തന്നെ കാരണക്കാരായത്, അതിൻ്റെ പിന്നിൽ ഒരു പറ്റം യുവാക്കളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പ്രായം ആ സമയത്ത് എത്രയായിരുന്നു? 36 വയസ്സായിരുന്നു. അതേപോലെ തന്നെ റസൂലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയായിരുന്നു? 26 വയസ്സായിരുന്നു എന്ന് നമുക്ക് കാണാം. ഇസ്ലാമിന് വേണ്ടി ആദ്യമായി അമ്പെയ്ത സഹാബിയാണ് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ വയസ്സ് 17 വയസ്സായിരുന്നു. ഇനി നോക്ക്, ഉഹദ് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലക്ഷ്യം വെച്ചും കൊണ്ട് അമ്പേർ നടത്തി റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇങ്ങനെ അമ്പുകൾ തുരുതുരായി എയ്യുമ്പോൾ അതിനെ സ്വന്തം ശരീരം കാണിച്ച് റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തൻ്റെ സ്വന്തം നെഞ്ഞ് മാറ് കാണിച്ച് ആ അമ്പുകളെല്ലാം തന്നെ തടുത്തു നിർത്തിയ റസൂലുള്ളാഹിനെ പ്രതിരോധിച്ച ഒരു സഹാബിയാണ് മഹാനായ തൽഹാ റളിയല്ലാഹു തആല അൻഹു. ആ തൽഹാ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രായം എത്രയായിരുന്നു? 17 വയസ്സ് പ്രായമായിരുന്നു. ചിന്തിച്ചു നോക്കി. ഇനി അള്ളാഹുവിൻ്റെ ദീൻ നമ്മളിലേക്ക് എത്തിച്ചു തന്ന പ്രവാചകന്റെ സുന്നത്ത് നമുക്ക് എത്തിച്ചു തന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ, ഒരുപാട് ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത സഹാബികൾ, ആയിരക്കണക്കിന് ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത നിവേദകന്മാർ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ, ഇവരുടെയൊക്കെ പ്രായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സന്ദർഭത്തിൽ ഇവരുടെ പ്രായം 20 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സിൻ്റെ താഴെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനത്തിനായി പല രാജ്യങ്ങളിലേക്ക് ഗവർണർമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ, ഗവർണറായി അയച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. യമനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗവർണറായി മുആദ് ഇബ്നു ജബലിനെ നിയോഗിച്ചു. മുആദ് ഇബ്നു ജബലിൻ്റെ അന്നത്തെ പ്രായം 25 വയസ്സ് പ്രായമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ, മരിക്കുന്ന ആ സന്ദർഭത്തിൽ ഒരു കൂട്ടം സൈന്യത്തെ സജ്ജീകരിച്ച് അതിൻ്റെ ഇമാറത്ത്, അതിൻ്റെ നേതൃത്വം ഒരു സഹാബിയെ ഏൽപ്പിച്ചു. ആരാണത് ആ സഹാബി? മഹാനായ ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. ഉസാമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രായം അന്ന് 18 വയസ്സായിരുന്നു. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൻ്റെ ചരിത്രമാണ് ഇത്. നാം ഓരോരുത്തരും തിരിച്ചറിയണം. നമ്മുടെ യുവത്വത്തിന് ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. ഇനി നിങ്ങൾ നോക്ക്, നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ആരാണ്? യുവാക്കളായിട്ടാണ്. അല്ലാഹു തആല എല്ലാവരെയും യുവാക്കളാക്കുന്നു എന്നാണ്. യുവാക്കളായ നിലക്കാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം സ്വർഗമെന്ന് പറയുന്നത് അവിടെ വാർദ്ധക്യമൊന്നുമില്ല. 30-35 വയസ്സ് പ്രായമുള്ളവരായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടുന്ന് മരിക്കുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ മുതുക്കികളായിട്ടൊക്കെ ആയിരിക്കും നാം മരിക്കുന്നത്. ഒരുപാട് മക്കളുള്ള അവസ്ഥയിലായിട്ടായിരിക്കും നമ്മളൊക്കെ ഇവിടുന്ന് മരിക്കുന്നത്. ചിലപ്പോൾ സൗന്ദര്യമൊന്നും ഉണ്ടാവാത്ത ഒരവസ്ഥയിലായിരിക്കും. പക്ഷേ സ്വർഗത്തിലേക്ക് അല്ലാഹു തആല പ്രവേശിപ്പിക്കുന്നത് നമ്മളെ
തരുണികളായി, തരുണന്മാരായി, യുവാക്കളായി, യുവതികളായിട്ടാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വൃദ്ധയായ, ഒരു മുതുക്കിയായ സ്ത്രീ വന്നിട്ട് റസൂലുള്ളാഹിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്കൊന്ന് സ്വർഗത്തിൽ പോകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തമാശ പറയാറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ റസൂലുള്ളാഹിൻ്റെ തമാശ എന്ന് പറയുമ്പോൾ നമ്മളുടെ തമാശ പോലെയല്ല, അത് ഹക്കാണ്, സത്യമാണ്. ഒരു കളവ് പോലും, അതിൽ കളവിൻ്റെ ചെറിയൊരു അംശം പോലും റസൂലുള്ളാഹിൻ്റെ തമാശയിലുണ്ടാവില്ല. അത് ഹക്കായ നിലക്ക് തന്നെയായിരുന്നു ആ തമാശ പോലും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുതുക്കിയോട്, ആ വൃദ്ധയോട് പറഞ്ഞു, മുതുക്കികളൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. അപ്പോൾ ആ പെണ്ണ്, ആ സ്ത്രീ കരയാൻ തുടങ്ങി, ഉൾപ്പെടാൻ തുടങ്ങി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീയെ തിരികെ വിളിക്കുകയാണ്. എന്നിട്ട് ആ സ്ത്രീയോട് പറയുന്നു, എന്തിനാണ് നിങ്ങൾ ഉൾപ്പെടുന്നത്? അല്ല, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബേജാറായി നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നല്ല പറഞ്ഞത്, വൃദ്ധയായി, മുതുക്കിയായിട്ട് ആരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അറിയിച്ചിട്ടുണ്ട്, ഇന്നാ അൻശനാഹുന്ന ഇൻശാആ ഫജഅൽനാഹുന്ന അബ്കാറാ. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കേൾപ്പിച്ചു. നാം ആ സ്വർഗത്തിലേക്ക് പോകുന്ന സ്വർഗീയവാസികൾ, ഇവിടുന്ന് ദുനിയാവിൽ മുഅ്മിനുകളായി, മുഹ്സിനുകളായി, മുത്തഖീങ്ങളായി മരിച്ച ആളുകൾ നാളെ സ്വർഗത്തിലേക്ക് പോകുന്നത് അവർ തരുണികളായിട്ടാണ്, യുവാക്കളും യുവതികളുമായ നിലക്കാണ്. ഇന്നാ അൻശനാഹുന്ന ഇൻശാആ. സ്വർഗത്തിലുള്ള തരുണികളെ അവരെ നാം ഒരു പ്രത്യേകമായ, ഒരു വിശിഷ്ടമായ, ഒരു വിശേഷമായ രീതിയിലാണ് അവരെ നാം സൃഷ്ടിച്ചത്. ഫജഅൽനാഹുന്ന അബ്കാറാ. അവർ നാം കന്യകകളാക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ ദുനിയാവിൽ നിന്നിട്ട് മരിക്കുന്നത് പ്രായമുള്ളവരായാലും, പ്രായമുള്ള സ്ത്രീകളോ പുരുഷന്മാരോ ആയാലും, അവരത്ര വലിയ സൗന്ദര്യമില്ല എങ്കിലും സ്വർഗത്തിലേക്ക് അല്ലാഹു തആല അവരെ നല്ല യുവാക്കളായി, യുവതികളായി, സർവാംഗ സുന്ദരന്മാരും സുന്ദരികളുമായിട്ടാണ് അവർ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അതാണ് യുവത്വം. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഘട്ടം, ആ പ്രായത്തിലേക്ക് എത്തിയവരെല്ലാം തന്നെ വളരെയേറെ പേടിക്കുകയും ജാഗ്രത കാണിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനത്തിൽ നിരതരായും കൊണ്ട് ഈ യുവത്വം നാം ചെലവാക്കുകയാണെങ്കിൽ റബ്ബു സുബ്ഹാനഹു വ തആലയെ തിരിച്ചറിഞ്ഞും കൊണ്ട്, അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത് എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനം, അതെ, ആ ദീന് എത്രയോ വഴിതെറ്റിപ്പോകുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ വഴി കാണിച്ചു കൊടുക്കേണ്ട, അവർക്കൊക്കെ ദിശാബോധം നൽകേണ്ട ചുമതല, ആ ബാധ്യത നമ്മുടേതാണ്. അതിന് കൂടുതൽ നമുക്ക് രംഗത്തിറങ്ങാൻ സാധിക്കുന്ന പ്രായമാണ് ഈ യുവത്വം എന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകണം, ആ പ്രായത്തിലുള്ളവർക്ക് എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ യുവാക്കളായി ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവർ, ഇന്ന് പള്ളിയുടെ കലക്ഷനാണ്. എല്ലാവരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന ഈ സംഭാവന പള്ളിയുടെ നടത്തിപ്പിന് വളരെയേറെ സഹായകമാകുന്നുണ്ട്. ഇതൊക്കെ തിരിച്ചറിഞ്ഞും കൊണ്ട് ഉദാരമായ നിലക്ക് നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നാളത്തെ ദിവസം, ശനിയാഴ്ച ദിവസം ഇവിടെ പെണ്ണുങ്ങൾക്ക് പ്രത്യേകമായ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ സ്ത്രീകളും അത് ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ദീനിനെ സംബന്ധിച്ച് ആഴമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى
وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.